വിസ വേണ്ട, പാസ്പോർട്ട്. നേപ്പാളിലോട്ട് വരികയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, മണി എക്സ്ചേഞ്ച്. അത് ബോർഡർ വെച്ച് തന്നെ ചെയ്യണം. കാരണം ഇനി മുന്നോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചാർജസ് ആണ് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം സിം ആണ്. രണ്ട് സിമ്മുകളാണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. നമസ്തേയും എൻസെലുമാണ് ഇവിടെ കോമൺ ആയിട്ടുള്ള സിമ്മുകൾ. നിങ്ങളൊരു ട്രക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നമസ്തയാണ് കൂടുതൽ ബെറ്റർ. അതല്ല, സിറ്റിയും കാര്യങ്ങളൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ എൻസെൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു പരിചയമില്ലാത്ത ഒരാൾ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? എന്നാൽ നേപ്പാളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ ബോബിച്ചേട്ടൻ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നേപ്പാളി മലയാളി എന്ന ബോബിച്ചേട്ടനെ കുറിച്ചാണ്. മൂപ്പര് കിടിലാണ്, ഒരു രക്ഷയില്ല. ജസ്റ്റ് നിങ്ങളെ പോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ ഞാൻ വെറുതെ ഒന്ന് ഡയൽ ചെയ്തായിരുന്നു. ആ ഒരു ഡയലാണ് മൊത്തം എന്റെ ട്രിപ്പ് മാറ്റിമറിച്ചത്. കാരണം വേറൊന്നല്ല, നിങ്ങൾ പൈസ കൊടുത്തിട്ട് ഒരാളെ വെച്ചാൽ പോലും ഇത്രയും നല്ല ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടൂല. അത്രയും ബെറ്റർ ആയിട്ടുള്ള ഗൈഡൻസ് ആണ് മൂപ്പർ തന്നത്. ഏത് ലൊക്കേഷനെ കുറിച്ച് ചോദിച്ചാലും അവിടുത്തെ ഐഡിയകളും കാര്യങ്ങളൊക്കെ മൂപ്പർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ മൂപ്പറെ നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി നേപ്പാളിൽ പോവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്താൽ മതി. ഒന്നും പേടിക്കാനില്ല. അത്രയും സേഫ്റ്റി ആയിട്ടുള്ള ഒരു രാജ്യം വേറെ ഇല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നേപ്പാളിലെ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും പറയുന്നതാണ്. അപ്പോൾ ബൈ.